ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സേമിയ ഫ്രൂട്ട് സാലഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചൂട് കാലത്ത് നന്നായി തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാലഡാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ പാലിന് ഒരു 250 ml വെള്ളം, അതായത് 1/2 ലിറ്റർ പാലിൻ്റെ നേർ പകുതി വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 50 ഗ്രാം സേമിയാണ് എടുത്തേക്കുന്നത്. സേമിയ വളരെ കുറച്ച് മതിയാവും. അപ്പോൾ ആ സേമിയ കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സേമിയ റോസ്റ്റഡ് ആയാലും റോസ്റ്റ് ചെയ്യാതായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ പാലിൽ കിടന്നിട്ട് സേമിയ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ പാല് തിളച്ച് പോകാതിരിക്കാനായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് സേമിയ വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം അപ്പോൾ പാല് വേഗം വറ്റിപ്പോവും. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് സേമിയ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സേമിയ ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നീട് മധുരത്തിനനുസരിച്ച് മധുരം നോക്കിയിട്ട് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് കഴിഞ്ഞ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മധുരം കൂടി ആകുമ്പോൾ മധുരം കൂടി പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് മധുരം നോക്കിയിട്ട് പിന്നീട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം സേമിയ. ഇപ്പോൾ നമ്മുടെ സേമിയ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നമുക്കിതിൽ എത്രത്തോളം മധുരം ഉണ്ടെന്ന് നോക്കി നോക്കാം. അപ്പോൾ മധുരം കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് മധുരം കുറവാണ്, അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ മൊത്തം 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് തിക്കായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറിൽ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ തീ നന്നായി കൂട്ടി വെച്ചിട്ട് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ സേമിയ മിക്സ് ഒന്ന് തിക്കായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലോർ കുറച്ച് എടുത്തിട്ട് അത് ഇതുപോലെ പാലിലോ വെള്ളത്തിലോ മിക്സ് ചെയ്തിട്ട് ചേർത്താലും മതിയാവും. നിങ്ങളുടെ കയ്യിൽ കസ്റ്റാർഡ് പൗഡറും കോൺഫ്ലോറും ഇല്ലെങ്കിൽ ഈ പാല് തന്നെ നന്നായി ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വറ്റിച്ചെടുത്തിട്ട് നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കസ്റ്റാർഡ് പൗഡർ അല്ലെങ്കിൽ കോൺഫ്ലോർ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തിക്കായിട്ട് കിട്ടും. അല്ലെങ്കിൽ പാല് നന്നായി വറ്റിച്ചെടുത്തിട്ട് തിക്കാക്കിയാലും മതിയാവും. പിന്നെ കസ്റ്റാർഡ് പൗഡർ ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കുറച്ച് കൂടും. അപ്പോൾ നിങ്ങളുടെ ഉള്ളതിനനുസരിച്ചിട്ട് അതങ്ങനെ ചെയ്യുക. ഇപ്പോൾ കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്തിട്ട് പാല് നന്നായി തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏലക്കയും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചിട്ടുള്ളതാണിത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ മിക്സ് കുറച്ചൊന്ന് കട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും തിക്ക് മതിയാവും ഇതിന്, കാരണം ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു തിക്കായിരിക്കുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. തീരെ ചൂട് പാടില്ല, നന്നായി തണുത്തിട്ടുണ്ടാവണം. ആ സമയത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ തീരെ ചൂട് പാടില്ല, നന്നായി തണുത്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ തീ ഓഫ് ചെയ്ത സമയത്തേക്കാളും തണുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മാതള നാരങ്ങ, പഴം, മുന്തിരി, ആപ്പിള് ഇത്തരം ഫ്രൂട്ട്സാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മാമ്പഴം, പൈനാപ്പിൾ അങ്ങനെ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് ഈ സേമിയ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സേമിയ ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട്.
ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കണം. ഒരു 3 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നന്നായി തണുത്ത് കിട്ടും. തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിനി ഇത് തണുപ്പിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ സേമിയ ഫ്രൂട്ട് സലാഡ് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മാതള നാരങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഫ്രൂട്ട് സാലഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കാം. വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. അതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഐസ്ക്രീം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഐസ്ക്രീം ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഐസ്ക്രീമും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഐസ്ക്രീം ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ കുറച്ച് കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ ഫ്രൂട്ട്സും കപ്പലണ്ടിയും സേമിയൊക്കെ ഇടയിൽ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി കുറച്ച് മാതളം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സേമിയ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.